റഷ്യ യുക്രൈൻ യുദ്ധവും അന്താരാഷ്ട്ര സമുദ്രപാതകളിലെ സംഘർഷങ്ങളും ഭൂഗോളത്തിന്റെ മറുഭാഗത്തുള്ള പ്രദേശങ്ങളെപ്പോലും എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് അമേരിക്കൻ സംസ്ഥാനമായ ഇന്ത്യാനയിൽ നിന്നുള്ള പുതിയ വാർത്ത. കരിങ്കടലിലും കെർച്ച് കടലിടുക്കിലും നടക്കുന്ന സമുദ്ര ഡ്രോൺ ആക്രമണങ്ങൾ ആഗോള എണ്ണ ഗതാഗതത്തെ താളം തെറ്റിച്ചതിനെ തുടർന്ന് ഇന്ത്യാനയിൽ സംസ്ഥാന സർക്കാർ പുതിയ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആഗോളതലത്തിൽ ഇന്ധന വിതരണ ശൃംഖല നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് ഈ നടപടിയിലൂടെ വെളിപ്പെടുത്തുന്നത്. ഇന്ത്യാന ഗവർണർ മൈക്ക് ബ്രൗൺ സംസ്ഥാനത്തെ ഗ്യാസോലിൽ നികുതികൾ താത്കാലികമായി റദ്ദാക്കിയ ഉത്തരവ് കൂടുതൽ ദിവസത്തേക്ക് നീട്ടി നൽകിയിട്ടുണ്ട്. പ്രാദേശികമായി ഗ്യാസ് സ്റ്റേഷനുകളിൽ എണ്ണവില കുത്തിനെ ഉയരുന്നത് തടയാനും ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കാനുമാണ് ഭരണകൂടം ഈ തീരുമാനമെടുത്തത്. കരിങ്കടൽ മേഖലയിൽ എണ്ണക്കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ഡ്രോൺ ആക്രമണങ്ങളാണ് വിപണിയിലെ വില വർധനവിന് പ്രധാന കാരണമായി ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള പോരാട്ടം ഇപ്പോൾ കേവലം അതിർത്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. തുറമുഖങ്ങൾ, എണ്ണക്കപ്പലുകൾ, മറ്റ് പ്രധാന ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ഇരുപക്ഷവും നടത്തുന്ന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ്. സമുദ്രത്തിലൂടെയുള്ള ക്രൂഡ് ഓയിൽ നീക്കത്തിന് വലിയ തടസ്സമാണ് ഈ വ്യോമ സമുദ്ര പോരാട്ടങ്ങൾ സൃഷ്ടിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായി വളരെ ദൂരെയുള്ള അമേരിക്കയിലെ ഒരു സംസ്ഥാനത്തെ ഇന്ധന വിപണിയെ റഷ്യൻ യുക്രൈൻ യുദ്ധം ഇത്തരത്തിൽ സ്വാധീനിക്കുന്നത് അന്താരാഷ്ട്ര എണ്ണ വിപണിയുടെ പരസ്പര ബന്ധിതമായ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. ലോകത്തിന്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന സുരക്ഷാ ഭീഷണികൾ മിനിറ്റുകൾക്കുള്ളിൽ ആഗോള എണ്ണവിലയിൽ പ്രതിഫലിക്കുകയും അത് സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ പോക്കറ്റിനെ ബാധിക്കുകയും ചെയ്യുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടാക്കിയ പ്രതിസന്ധിക്ക് പുറമെ കാനഡയിലെ ആൽബർട്ട എണ്ണമൽ മേഖലയിലുണ്ടായ വലിയ കാട്ടുതീയും ഈ ഇന്ധനക്ഷാമത്തിനും വിലക്കയറ്റത്തിനും കാരണമായിട്ടുണ്ട്. കാനഡയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുടെ ഉൽപാദനത്തിൽ ഉണ്ടായ കുറവ് അമേരിക്കൻ സംസ്കരണശാലകളെ വലിയ രീതിയിലാണ് ബാധിച്ചത്. രണ്ട് വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ ഒരേ സമയം ഉണ്ടായ ഈ പ്രതിസന്ധികൾ ഊർജ്ജ മേഖലയെ കൂടുതൽ വെല്ലുവിളിയിലാക്കി. കരിങ്കടലിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ യാത്ര സുരക്ഷിതമല്ലാതായതോടെ ഇൻഷുറൻസ് കമ്പനികൾ കപ്പലുകൾക്ക് ഈ അധിക ചെലവ് ഒടുവിൽ ഇന്ധനം വാങ്ങുന്ന സാധാരണ ജനങ്ങളിലേക്ക് കൈമാറപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നാറ്റോ രാജ്യങ്ങളും പാശ്ചാത്യ ശക്തികളും യുക്രൈൻ നൽകുന്ന പിന്തുണ കാരണം റഷ്യൻ എണ്ണ വിതരണത്തിനുമേൽ ഉപരോധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനു പുറമെ സമുദ്രമാർഗമുള്ള എണ്ണക്കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെ ലഭ്യത കുറയ്ക്കുകയും ഉൽപാദക രാജ്യങ്ങൾക്ക് വിതരണം കൃത്യസമയത്ത് നടത്താൻ കഴിയാതെ വരികയും ചെയ്യുന്നു. ഇന്ത്യാനയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടെ എണ്ണ വിതരണത്തിൽ തടസ്സങ്ങൾ വരാതിരിക്കാൻ പ്രാദേശിക തലത്തിൽ പ്രത്യേക ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. ഇന്ധന ടാങ്കറുകളുടെ ഗതാഗത നിയന്ത്രണങ്ങളിൽ അയവ് വരുത്താനും ഇന്ധന നികുതികൾ ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് താത്കാലിക ആശ്വാസം നൽകാനുമാണ് ഗവർണറുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ശ്രമിക്കുന്നത്. റഷ്യൻ കരിങ്കടൽ നാവികസേനയും എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് യുക്രൈൻ ഉപയോഗിക്കുന്ന കടൽ ഡ്രോണുകൾ പുതിയ കാലത്തെ യുദ്ധമുറകളുടെ പ്രത്യാഘാതം വ്യക്തമാക്കുന്നു. സമാനമായി യുക്രൈന്റെ ഊർജ നിലയങ്ങളും തുറമുഖങ്ങളും റഷ്യൻ ഡ്രോണുകൾ തകർക്കുന്നതും ആഗോള ഊർജ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. അമേരിക്കൻ ഐക്യനാടുകളിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഈ ഇന്ധന വിലവർദ്ധനവിന്റെ ആഘാതം പ്രകടനമായി തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യാനയ്ക്ക് പുറമെ മറ്റ് ചില ഭരണകൂടങ്ങളും സമാനമായ നിയന്ത്രണങ്ങളും ഇളവുകളും പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ആഗോള വിപണിയിൽ എണ്ണവില ഇനിയും ഉയർന്നാൽ കൂടുതൽ അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ സമാന സാഹചര്യമുണ്ടാകും. യുദ്ധങ്ങൾ സൈനികർ തമ്മിലുള്ള പോരാട്ടം എന്നതിലുപരി രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകർക്കുന്ന തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇന്ധന വിതരണ ശൃംഖലകളെയും സമുദ്ര ഗതാഗതത്തെയും ലക്ഷ്യമിടുന്ന തന്ത്രങ്ങൾ വഴി എതിരാളികളെ സാമ്പത്തികമായി തളർത്താനാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നത്. എന്നാൽ ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത് ലോകമെമ്പാടുമുള്ള സാധാരണക്കാരാണ്. ആഗോള എണ്ണ വിപണിയിലെ ഈ അസ്ഥിരത വരും മാസങ്ങളിൽ അമേരിക്കയിലെ പണപ്പെരുപ്പ നിരക്കിനെയും ബാധിച്ചേക്കാം. ഗതാഗത ചെലവ് ഉയരുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെയും ഭക്ഷണ സാധനങ്ങളുടെയും വില വർദ്ധിക്കാൻ കാരണമാകും. ഇത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ ഇടയാകും. കാനഡയിലെ കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാനും എണ്ണ ഉൽപാദനം പൂർവ്വസ്ഥിതിയിലുമാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും സമുദ്രമേഖലയിലെ യുദ്ധത്തിന് ഉടനടി ഒരു പരിഹാരം കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര എണ്ണ വിപണിയിലെ അനിശ്ചിതത്വം ഇനിയും കുറച്ചുകാലം തുടരാനാണ് സാധ്യത. അന്താരാഷ്ട്ര വിഷയങ്ങളും ഭൗമരാഷ്ട്രീയ തർക്കങ്ങളും ഒരു പ്രാദേശിക ഭരണകൂടത്തിന്റെ ആഭ്യന്തര നയങ്ങളെയും തീരുമാനങ്ങളെയും എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിന്റെ ഉദാഹരണമായി ഇന്ത്യാനയിലെ ഈ ഊർജ അടിയന്തരാവസ്ഥ മാറുകയാണ്. നികുതി ഇളവുകൾ വഴി താത്കാലിക ആശ്വാസം നൽകാൻ സാധിക്കുമെങ്കിലും ആഗോള പ്രതിസന്ധി പരിഹരിക്കപ്പെടാതെ പൂർണ്ണമായ ഒരു പരിഹാരം സാധ്യമല്ല.
ചാൻസ്കിലോ കരിങ്കടലിലോ വീഴുന്ന ഓരോ ബോംബും ഡ്രോണും പ്രഹരിക്കുന്നത് കേവലം യുക്രൈനിലോ റഷ്യയിലോ ലക്ഷ്യസ്ഥാനങ്ങളെ മാത്രമല്ല, മറിച്ച് വൻ കരകൾക്കപ്പുറമുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത ചെലവിനെ കൂടിയാണ്. യുദ്ധത്തിന്റെ വ്യാപ്തി വരും ദിവസങ്ങളിൽ ആഗോള സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സങ്കീർണമായ അവസ്ഥയിലേക്ക് നയിക്കുമെന്ന് ഇന്ത്യാനയിലെ സംഭവവികാസങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു.